നമസ്കാരം. ഡൽഹി ബി.ജെ.പിക്ക് സമ്മാനിച്ചത് ആര്? ഡോക്ടർ കെ.ടി. ജലീലിന്റെ ചോദ്യമാണ്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഫേസ്ബുക്കിൽ അതിനുള്ള മറുപടിയും എഴുതുന്നുണ്ട്. ഒരു പതിറ്റാണ്ടിലധികം തുടർച്ചയായി കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമാണ് ഡൽഹി. അവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 70 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തെത്തിയത് കേവലം ഒരു സീറ്റിൽ മാത്രം. 67 മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച കാശും പോയി. ഡൽഹി ബി.ജെ.പിയുടെ കൈക്കുമ്പിളിൽ വെച്ചുകൊടുത്തതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന് മാത്രമാണ്. പോൾ ചെയ്ത വോട്ടിൽ പകുതി വോട്ട് ബി.ജെ.പി ഭരിക്കുന്ന ഒരിടത്തും അവർക്ക് കിട്ടിയില്ല. പ്രതിപക്ഷ നിരയിലെ അനൈക്യം കൊണ്ട് മാത്രമാണ് ഹിന്ദുത്വ ശക്തികൾ കേന്ദ്രത്തിലും പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലിരിക്കുന്നത്. കോൺഗ്രസിന് ഇപ്പോഴും യാഥാർത്ഥ്യ ബോധമില്ല. സ്വന്തം ശക്തിയെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. ന്റുപ്പാപ്പാക്ക് ഒരാനയുണ്ടായിരുന്നു എന്ന് ഊറ്റം കൊണ്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഒരു കാലത്ത് ആനയായിരുന്ന കോൺഗ്രസ് എന്ന് കേവലം ഒരു ചാവാലിപ്പോത്ത് മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിയണം. CPM-ഉം CPI-യും ഡൽഹിയിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു. CPM 2 സീറ്റിലും CPI 5 സീറ്റിലുമാണ് മത്സരിച്ചതെങ്കിൽ പോലും സ്വന്തം ദൗർബല്യം മാലോകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇടവന്നു എന്നല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് സംഭവിച്ചില്ല. ബുദ്ധിശൂന്യമായ പ്രവൃത്തിയായി പോയി ഇരു പാർട്ടികളുടേതും. എന്തൊക്കെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാമെങ്കിലും ആം ആദ്മിക്ക് ഡൽഹിയിൽ വേരോട്ടമുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം അതാണ് തെളിയിക്കുന്നത്. 1977 തോറ്റ ഇന്ദിരാഗാന്ധി പൂർവോപരി ശക്തിയോടെ തിരിച്ചു വന്ന പോലെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലും തിരിച്ചു വരും. കുറഞ്ഞ ചെലവിൽ ഡൽഹി ഭരിച്ച മനുഷ്യനെയാണ് അവർ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചത്. പാവപ്പെട്ടവർക്ക് വെള്ളവും വെളിച്ചവും ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസവും സൗജന്യമായി ഉറപ്പുവരുത്തിയ സർക്കാരിനെയാണ് ഡൽഹിക്കാർ നിഷ്കരുണം വലിച്ചെറിഞ്ഞത്. നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും ഒരുപോലെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ കോൺഗ്രസ് പ്രചാരണ റാലിയിൽ പ്രസംഗിച്ചത്. കേന്ദ്ര സർക്കാരിന് കേജ്രിവാളിനെയും സിസോദിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള വടി കൊടുത്തതും കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പരാതിയുടെ മേലായിരുന്നു EDയുടെ അന്വേഷണവും അറസ്റ്റും. ഗൃഹനാഥൻ തന്നെ കുടുംബാംഗങ്ങളെ ഒറ്റുകൊടുക്കുന്ന പണിയാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലിരുന്ന് കോൺഗ്രസ് ചെയ്തത്. അതിനെ കൊടുംചതി എന്നല്ലാതെ മറ്റെന്താണ് പറയുക? ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണെന്ന് തോന്നുക സ്വാഭാവികം. ആ തോന്നലാണ് പലപ്പോഴും ജനങ്ങളെ ചതിക്കുഴിയിൽ വീഴ്ത്തുക. ഡൽഹി ജനത അരവിന്ദ് കെജ്രിവാൾ എന്ന ഭരണകർത്താവിനോട് കാണിച്ച നന്ദികേടിന് മനമുരുകി പശ്ചാത്തപിക്കേണ്ടി വരും തീർച്ച എന്ന് പറയുന്നു. ഒപ്പം ആ പോസ്റ്റിനടിയിൽ ഒരു ചിത്രവുമുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ. അദ്ദേഹം പറഞ്ഞ വാക്കുകളും അതിൽ കുറിച്ചിട്ടുണ്ട്. പരാജയം സമ്മതിക്കുന്നു, ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും എന്ന് അദ്ദേഹം പറയുന്ന കാര്യം കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇന്ത്യ മുന്നണിയോട് ഇത്രയധികം കൂറുണ്ടായിരുന്ന ഒരു നേതാവിനോട് തന്നെ വേണമായിരുന്നു രാഹുൽ ഗാന്ധി ഇമാതിരി ഒരു ചതി. ഇനി ആര് ഇന്ത്യ മുന്നണിയെ നയിക്കും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം വന്നപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നയിക്കട്ടെ എന്ന രീതിയിൽ ചില സംസാരങ്ങൾ ഉയർന്നു വന്നതായി കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ചില ചർച്ചകളുടെ പത്ര കട്ടിങ്ങുകളിൽ നിന്ന്, ദേശീയ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്ന് കാണാൻ സാധിച്ചിരുന്നു. അന്ന് മുതലേ അരവിന്ദ് കെജ്രിവാളിനെ ഇല്ലാതാക്കാൻ വേണ്ടി, അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് രാഹുൽ ഗാന്ധി. അന്ന് അങ്ങനെ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതായത് ബി.ജെ.പിയുടെ നിഴൽ സംഘടനയാണ് ആം ആദ്മി പാർട്ടി എന്നതായിരുന്നു. ഒരു സംഘിച്ചാപ്പ് കുത്താൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ശ്രമം നടത്തിയത്. ഇപ്പൊ നോക്കൂ, ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഡൽഹിയിൽ നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നണി മര്യാദകൾ വെച്ചു പുലർത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം നിൽക്കേണ്ട കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നു, ആം ആദ്മി പാർട്ടിക്കെതിരെ മത്സരിക്കുന്നു. അങ്ങനെ ആം ആദ്മി പാർട്ടിക്കൊപ്പം മത്സരിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ അജണ്ട അവിടെ നടപ്പിലാക്കുന്നു. ബി.ജെ.പിയും കോൺഗ്രസും കൈകോർത്തുകൊണ്ടാണ് അവിടെ ആം ആദ്മി പാർട്ടിക്കെതിരെ മത്സരിച്ചത്. എങ്ങനെയാണ്? അതായത് 24 മണിക്കൂർ ഈ കോൺഗ്രസ് എന്താണ് വെച്ച് കീച്ചുന്നത്? ബി.ജെ.പിയുടെ നിഴൽ സംഘടനയാണ്, ബി.ജെ.പി ഏജന്റാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ആയിരുന്നു, പറയിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആ രീതിയിൽ കോൺഗ്രസ് പല രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തി അവസാനം അതിന്റെ ഗുണഭോക്താക്കളായി ബി.ജെ.പി മാറി. ബി.ജെ.പിയുടെ ആ പ്ലാൻ നടന്നു. അത് നടത്തിക്കൊടുത്തത് കോൺഗ്രസ് ആണ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ആം ആദ്മി പോലെയുള്ള, ആം ആദ്മി പാർട്ടിയെ പോലുള്ള ഒരു പാർട്ടിയെ എങ്ങനെയാണ് ഇത്തരത്തിൽ അങ്ങ് ഇല്ലാതാക്കാൻ ഒരു മനസ്സുണ്ടാകുന്നത്? അങ്ങനെ മനസ്സ് ഉണ്ടാകുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? വേറൊന്നുമല്ലല്ലോ. അതായത് തങ്ങൾക്ക് മുകളിൽ ആരെങ്കിലും വളർന്നാൽ അവരെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ്. കഴിഞ്ഞ 3 തവണയും കോൺഗ്രസിനെ സംബന്ധിച്ച് ഡൽഹിയിൽ ഒരു വലിയ വേരോട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 അക്കം പോലും ബി.ജെ.പിക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല.
പക്ഷേ നോക്കൂ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പോ ഇങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇത്തവണ ഡൽഹി തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന് നമുക്കറിയാം. ആ പ്രതിസന്ധി മുഴുവൻ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്ന് നമുക്കറിയാം. ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കുള്ള എല്ലാ കാരണത്തിനും ഉത്തരവാദി കോൺഗ്രസ് ആണെന്ന് അറിയാം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു രീതിയിലുള്ള സമവായ ചർച്ചകൾക്കും തയ്യാറാകാതെ കോൺഗ്രസ് മത്സരിച്ച് ഇപ്പൊ 67 ഇടങ്ങളിലും കെട്ടിവെച്ച പൈസയൊക്കെ പോയെങ്കിലും പലയിടങ്ങളിലും BJP ജയിച്ച സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് കോൺഗ്രസ് നേടാൻ കഴിഞ്ഞു. അതെന്താണ് തെളിയിക്കുന്നത്? അതായത് കോൺഗ്രസ് ആം ആദ്മിക്കൊപ്പം നിൽക്കുകയായിരുന്നുവെങ്കിൽ ആ വോട്ടുകൾ ആം ആദ്മിക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഡൽഹി വീണ്ടും ആം ആദ്മിയുടെ കയ്യിൽ ഭദ്രമാകുമായിരുന്നു. എന്നാൽ അത് പാടില്ല. ആരൊക്കെ ജയിച്ചാലും അവിടെ ആം ആദ്മി ജയിക്കരുത് എന്ന പിടിവാശിയാണ് കോൺഗ്രസിന്റേത് അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ആ പിടിവാശി ജയിച്ചു കേട്ടോ. അതായത് അവിടെ ആം ആദ്മി വീണപ്പോ സ്വാഭാവികമായിട്ടും BJP ജയിച്ചു. ഒരു സങ്കടവുമില്ലല്ലോ രാഹുൽ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിയുടെ കൂട്ടുകാർക്കും. ഈ ഇലക്ഷൻ സമയത്ത് BJP കോൺഗ്രസിനെതിരെ ഒരു രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തി നമ്മൾ കേട്ടില്ലല്ലോ. എന്തിന്? ഈ തോൽവിക്ക് ശേഷം ഒരാൾ പോലും രാഹുൽ ഗാന്ധി ഏത് BJP-ക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസിന് അകത്തുള്ള ആളുകളോ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവരെല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള കളിയായിരുന്നു. എന്നാൽ പൊതുജനം, അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ, മാധ്യമങ്ങൾ, ഇവരൊക്കെ രാഹുൽ ഗാന്ധിയും സംഘവുമാണ് അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചതെന്ന വസ്തുത തെളിവുകൾ നിരത്തി പറയുകയാണ്, കണക്കുകൾ നിരത്തി പറയുകയാണ്. അപ്പോഴും കോൺഗ്രസ് പറയുന്നു അങ്ങനല്ല, അതൊക്കെ പച്ചക്കള്ളമാണ്, നിങ്ങൾ സൈഡ് പിടിച്ച് വാർത്ത ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞതിന് പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. എത്രയൊക്കെ പ്രതിരോധിക്കാൻ ശ്രമം നടത്തിയാലും കണക്കുകൾ കള്ളം പറയില്ല മിസ്റ്റർ രാഹുൽ ഗാന്ധി. രാജ്യം ഭരിക്കുന്ന നിലയിലേക്ക് എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഉയരാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള അധികാരമോഹികളുടെ ഒരു വലിയ നീക്കങ്ങൾ മൂലമാണ്, അത്തരത്തിലുള്ള എടുത്തുചാട്ടം മൂലമാണ്, പക്വതയില്ലായ്മ മൂലമാണ്. എന്തെങ്കിലും ഒരു സാധ്യത തെളിഞ്ഞു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കയറി അങ്ങ് അടിച്ചു വീഴ്ത്തും. പ്രധാനമന്ത്രിയാകാനുള്ള ആക്രാന്തമാണ്. എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് അധികാരം പിടിച്ചടക്കുക. അധികാരം പിടിച്ചടക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കൂടെയുള്ള ആളുകളെയൊക്കെ വെട്ടിവീഴ്ത്തുക. ഇതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അത് ഇവർ ഇവിടെയും കാണിച്ചു. എവിടെയൊക്കെ കോൺഗ്രസ് ഇത്തരത്തിലുള്ള എടുത്തിയാട്ടം കാണിച്ചിട്ടുണ്ടോ, എടുത്തു ചാടിയിട്ടുണ്ടോ, അവിടെയൊക്കെ BJP-ക്ക് അത് വലിയ വളമായി മാറിയിട്ടുണ്ട്. ഹരിയാനയിൽ ഞങ്ങൾക്ക് മാറി മത്സരിക്കേണ്ട, ഹരിയാനയിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് ഇപ്പൊ ഹരിയാന പിടിക്കുമെന്നൊക്കെ പറഞ്ഞു പോയി അവിടെ മത്സരിച്ച് അവസാനം അവിടെ ഈ പറയുന്ന പോലെ തോറ്റ് BJP തന്നെ സംസ്ഥാനം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ കണ്ടതാണല്ലോ അതൊക്കെ. അപ്പൊ എവിടെയൊക്കെ കോൺഗ്രസ് എടുത്തു ചാടിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇതുപോലെ BJP താമര വിരിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിരിഞ്ഞിരുന്ന താമര ഒന്നുകൂടി അങ്ങ് ശോഭിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ വളമിട്ട് കൊടുത്തിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണ്. നമുക്ക് കുറച്ച് വർഷങ്ങൾ അതായത് പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഇടക്കാലത്ത് നടന്നിട്ടുള്ള ഏത് തെരഞ്ഞെടുപ്പ് നോക്കിയാലും കോൺഗ്രസിന്റെ സംഭാവന, BJP-ക്കുള്ള സംഭാവന കാണാൻ സാധിക്കുമല്ലോ. മണിപ്പൂര് ഉദാഹരണമല്ലേ. എങ്ങനെയാണ് മണിപ്പൂർ BJP പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്? BJP-യുടെ ഇപ്പോഴത്തെ അവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നേരത്തെ ഏത് പാർട്ടിയിൽ അംഗങ്ങളായിരുന്നു? കോൺഗ്രസ്സുകാരായിരുന്നില്ല. അങ്ങനെ ഏതെടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്കത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അപ്പോ BJP-യെ തകർക്കാൻ എന്ന നിലയിൽ, BJP-യെ താഴെയിറക്കാൻ എന്ന നിലയിൽ സത്യത്തിൽ കോൺഗ്രസ്സുകാർ ഇന്ത്യ മുന്നണിയിൽ കടന്നുകൂടിയിരിക്കുന്നത് BJP-യെ രക്ഷിക്കാൻ വേണ്ടിയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. ഒരു BJP ഏജന്റിനെ പോലെ, ഒരു BJP-യുടെ നേതൃസംഘടനയെ പോലെ സത്യത്തിൽ കോൺഗ്രസ് ആണ് മാറിയിരിക്കുന്നത് എന്നതാണ് വാസ്തവം. എന്നതാണ് നമുക്ക് പല ഇത്തരം വിഷയങ്ങളിൽ നിന്ന്, പല റിസൾട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് കുറച്ചുകൂടി പക്വത കൈവരിക്കേണ്ടിയിരിക്കുന്നു. മല്ലികാർജുൻ ഖർഗെയെ പോലെ ഒരു അധ്യക്ഷൻ സത്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയ ദുരന്തമായിരിക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല എന്ന് ഊട്ടി ഉറപ്പിക്കുന്ന പല കാഴ്ചകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോണിയാഗാന്ധി റൂമിലിരുന്ന് എഴുതി കൊടുക്കുന്നത് അതേപടി വായിച്ച് അതേപടി വായിക്കാൻ മാത്രം വിധിക്കപ്പെട്ട മല്ലികാർജുൻ ഖർഗെയും അത് കേട്ട് പ്രവർത്തിക്കാൻ മാത്രം വിധിക്കപ്പെട്ട പ്രവർത്തകരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്: കാലം മാറി. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഗിമ്മിക്ക് നമ്പറൊന്നും അധികം നടക്കത്തില്ല. അതുകൊണ്ട് ഒരുമിച്ച് നിന്ന് പോരാടിയാൽ ഒരുപക്ഷെ അധികാരത്തിൽ വരാൻ കഴിയുമായിരിക്കും. കുതുകാലി വെട്ടി നിങ്ങളെ സ്ഥിരം സ്വഭാവം പുറത്തെടുത്താൽ ഈ സംസ്ഥാനം എന്നല്ല ഒരു ഇലക്ഷനിലും, എന്തിന് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അധികാരത്തിൽ വരാൻ പറ്റുമോ എന്ന കാര്യം പോലും സംശയമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നതെങ്കിൽ കോൺഗ്രസിനെ ഒഴിവാക്കുക എന്നതാണ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബുദ്ധിപരമായ കാര്യം.
ഇനിയും ഇന്ത്യ മുന്നണിക്ക് അകത്തിരുന്ന് ഇന്ത്യ മുന്നണിയെ തകർക്കാനാണ് കോൺഗ്രസിന്റെ ഭാവമെങ്കിൽ കോൺഗ്രസെ കടക്ക് പുറത്തുനിന്ന് ഇന്ത്യ മുന്നണിക്ക് പറയാൻ കഴിയണം. കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ന് ഒരു രീതിയിലുള്ള അടിത്തറയുമില്ലാത്ത, ഇന്ന് കോൺഗ്രസിനെ ചുമന്നിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ചുമക്കുന്നവനും നാറുന്ന അവസ്ഥയിലാണ്. അങ്ങനെ നടക്കുന്ന ഒരു പാർട്ടിയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടിയുമായി മുന്നോട്ട് പോകുന്ന ഇന്ത്യ മുന്നണി ഇനിയും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഈ രീതിയിലുള്ള നീക്കവുമാണ് കോൺഗ്രസ് നടത്തുന്നതെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടി കാര്യഗൗരവത്തോടെ ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ചില തീരുമാനങ്ങൾ, കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.